ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് വ്ലോഗായിട്ട് എത്തിയിരിക്കണത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നേരെ നോഫ്രിൽസിലാണ് പോകാൻ പോണത്. അപ്പോൾ വേറൊരു സന്തോഷാർത്ഥം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അപ്പോൾ ഇന്ന് ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യാൻ പോണത്. ഇനി മുതൽ ഡ്രൈവിംഗ് സീറ്റിൽ റോണു, പാസഞ്ചർ സീറ്റിൽ സച്ചിൻ. മുതലൊന്നല്ല, ചെറിയ ചെറിയ ട്രാവലിന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. കമോൺ. എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഈ കഴിഞ്ഞ ജൂണിലായിരുന്നു കേട്ടോ. ഞാൻ കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ കഴിഞ്ഞു. ഞാൻ വന്നിടയ്ക്ക് തന്നെ ഞാൻ ലേണേഴ്സ് എടുത്തായിരുന്നു. അതിനിവിടെ G1 എന്നാണ് പറയുക. അപ്പോൾ ഇത് G2 ആണ് നമ്മൾ ഈ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് എടുത്തത്. ഒരു നോർത്ത് ഇന്ത്യൻ ഇൻസ്ട്രക്ടർ ആയിരുന്നു എന്നെ പഠിപ്പിച്ചത്. ഒരു 6 ഡേയ്സ് ക്ലാസ്സാണ് എനിക്ക് വേണ്ടി വന്നത്. നാട്ടിൽ ചെറുതായിട്ട് വണ്ടി ഓടിച്ച് പരിചയമുള്ളതുകൊണ്ട് ചെറിയ സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഒരു 6 ഡേയ്സിൽ തന്നെ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാൻ പറ്റി. പിന്നെ കാനഡയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ട്രാഫിക് നല്ല കുറവാണ്. നാട്ടിൽ നമ്മൾ ട്രാഫിക് ആയതുകൊണ്ട് നന്നായി വണ്ടി ഓടിക്കാൻ പാടുപെടാറുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റൂൾസ് നന്നായി പാലിക്കണം. ഇപ്പോൾ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് കുറയാനോ കൂടാനോ ഒന്നും പാടില്ല നമ്മൾ. ഇപ്പോൾ ഞാൻ റീജിയണൽ ഹൈവേസിലേക്കൊക്കെയാണ് വണ്ടി എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. മെയിൻ ഹൈവേയിലേക്ക് ഇതുവരെ എടുത്തിട്ടില്ല. അതൊരു 100 km/h നമുക്ക് മാക്സിമം സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അപ്പം അത് ഞാനൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നിർത്തണ അപ്പോ എന്തുകൊണ്ട് തെറ്റേത്തരം. ഇവിടെ പല സ്ഥലത്തും ഇങ്ങനെ സിഗ്നല് വെക്കുന്നതിന് പകരം ഓൾവേ സ്റ്റോപ്പാണ് വെക്കുക. അപ്പോൾ ഇവിടെ എല്ലാവരും ട്രാഫിക് നിയമങ്ങൾ പൊതുവെ പാലിക്കുന്നവരായതുകൊണ്ട് ഫസ്റ്റ് കം ഫസ്റ്റ് ഗോ. അപ്പോൾ ഒരു ട്രാഫിക് സിഗ്നൽ വെറുതെ ഒഴിവാക്കാം. ഇത്ര നേരത്തെ വെയിറ്റിംഗ് ടൈമും ട്രാഫിക്കും ഒഴിവാക്കിയിട്ട് ആദ്യം വന്നവർക്ക് നിർത്തുന്നവർക്ക് ആദ്യം പോവാം. അപ്പോൾ ആ കാർ ആദ്യം നിർത്തി അവർ പോകും. അത് പോയി കഴിയുമ്പോൾ നമുക്ക് പോവാം. അതെ, ഈ കണ്ടത് നോർമൽ മെയിൻ റോഡ്സ് ആണ് കേട്ടോ. ഇവിടെ ഒരു 50 km/h സ്പീഡ് വരിക. അപ്പം നമ്മൾ ആ ഒരു സ്പീഡിൽ വേണം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കാനഡയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും, ഇവിടെ ട്രാഫിക് നല്ല കുറവാണ്, പോപ്പുലേഷൻ കുറവായതുകൊണ്ട്. ഇപ്പം ഏകദേശം പോപ്പുലേഷനൊക്കെ നന്നായിട്ടായി തുടങ്ങുന്നുണ്ട്. എന്നാലും ഇവിടെ എല്ലാവരും നന്നായി റൂൾസൊക്കെ പാലിച്ചിട്ടാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നതായിട്ട് ഞാൻ കാണാറുള്ളത്. അതെനിക്ക് തോന്നുന്നു ഇവിടെ റൂൾസ് ഒബേ ചെയ്തില്ലെങ്കിൽ തന്നെ പോലീസൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിമെറിറ്റ്സ് പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി റൂൾസ് പാലിക്കും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഹോൺ അടിക്കുന്നത് അങ്ങനെ കേൾക്കാറില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ട് തോന്നിയൊരു കാര്യമായിരുന്നു. മഴക്കാരുണ്ട്. ഒരാളില്ല. കാനഡയിലെ റോഡുകളിൽ കുഴിയുണ്ടോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ആവശ്യത്തിനൊക്കെ കുഴിയുണ്ട്. നാട്ടിലത്തെ പോലെ വലിയ കുഴികളില്ല, എന്നാലും ആവശ്യത്തിന്. ഞങ്ങളങ്ങനെ അധികം നോഫ്രിൽസിൽ വരാറില്ല കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും ഗ്രോസറി പർച്ചേസിന് പോണത് ഫ്രഷ്കോലൊക്കെ ആയിരിക്കും. അവിടെ നമുക്ക് പോയിൻറ്റ്സ് ഒക്കെ കിട്ടാറുണ്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ മിക്കപ്പോഴും ഫ്രഷ്കോണ് പോകാറ്. പക്ഷെ ഇത്തവണ നമ്മളൊരു ചേഞ്ചിന് നോഫ്രിൽസിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീക്കെൻഡ്സിലാണ് ഗ്രോസറി പർച്ചേസ് ചെയ്യാറുള്ളത്. നമ്മുടെ സ്ഥിരം ഫ്രൂട്ടാണ് ക്ലൈമറ്റ്. വഴുതനങ്ങയൊക്കെ ഉണ്ട് ഗൈസ്. അച്ചിങ്ങപ്പയർ ബീൻസ് ഓൾറെഡി എല്ലാവരും
അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാനഡയിൽ കിട്ടുന്നില്ല എന്ന് ചോദിക്കാൻ നമ്മളിപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്രോക്കലി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. മാങ്ങ കുറേ വന്നിട്ടുണ്ട്. മാംഗോ സീസണാണെന്ന് തോന്നണം. ഇത് വാങ്ങിയാൽ വലിയ മധുരമൊന്നും ഉണ്ടാവില്ല, നാട്ടിലത്ര ഒന്നും, എന്നാലും കുഴപ്പമില്ല. ഈ കാണുന്നത് പീച്ചാണ്. നമ്മൾ ഒരു വട്ടം പീച്ച് എടുത്തായിരുന്നു, പക്ഷേ ചെറിയൊരു പുളിയുള്ളതായിരുന്നു, അതൊരു ഫ്ലോപ്പായിരുന്നു. പിന്നെ നമ്മൾ ഇഞ്ചി എടുക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചി ഏകദേശം തീരാറായി. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഗാർലിക് എടുത്തു. താങ്ക് യു. മാംഗോ സീസൺ ആയതുകൊണ്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് മാംഗോസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല പ്രൈസിനായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ബോക്സ് ഓഫ് 2 വെറൈറ്റീസ് ഓഫ് മാംഗോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചത് നല്ല വെറുത്തായിരുന്നു, നല്ല മധുരമായിരുന്നു വാങ്ങി. നമ്മൾ കുറച്ച് നാൾ വെക്കുകയും കൂടി ചെയ്തപ്പോൾ നന്നായി മധുരം കൂടി, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞങ്ങൾ 2 പേരും മാംഗോ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഞാൻ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ഭയങ്കര വലിയ ഫാനൊന്നും അല്ല കേട്ടോ. എനിക്ക് കുറച്ചും കൂടി സ്പൈസിയാണ് ഇഷ്ടം. സച്ചിന് കുറച്ചും കൂടി മധുരമുള്ളത് ഇഷ്ടം. അപ്പോൾ നമ്മൾക്ക് ഈ മധുരത്തോട് ഭയങ്കര പ്രിയമുള്ള ആൾക്കാർ കാനഡയിൽ വന്നാൽ ഡയറ്റൊക്കെ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. കാരണം ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഒരുപാട് ബേക്കറി ഐറ്റംസൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നമുക്ക് കാണുമ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിച്ചു പോവും. നോൺ വെജ് നമ്മുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. അതുകൊണ്ട് നമ്മൾ വീക്കിലി എന്തായാലും ചിക്കനൊക്കെ എന്തായാലും എടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് തന്നെ അതും എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഫിഷ് ഐറ്റംസ് അല്ലെങ്കിൽ പ്രോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കും. നമ്മൾ എഗ്ഗൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം മിക്കപ്പോഴും അതിൽ കുറച്ച് പൊട്ടിയ പീസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലവരൊക്കെ മന്ത്ലി ഗ്രോസറി പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ വീക്കിലി തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഞങ്ങളിങ്ങനെ വീക്കിലി സാധനങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ ബ്രിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ ഞങ്ങൾ ഇട്ട് വെക്കും. അത് ആക്ച്വലി കണക്റ്റഡ് ആണ്. അപ്പോൾ സച്ചോ ആഡ് ചെയ്യുന്നത് എനിക്കും കാണാം, ഞാൻ ആഡ് ചെയ്യുന്നത് സച്ചോനും കാണാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തീർന്നു കഴിഞ്ഞാൽ നമ്മളതിൽ ആഡ് ചെയ്തിടും. 2 പേരുടെയിലും ഉണ്ട് ആ ആപ്പ്. ഇങ്ങനത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റുകളിൽ. ഇപ്പോൾ ഇംഗ്ലീഷ് ഐറ്റംസ് മാത്രമല്ല, സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂസ പോലത്തെ സ്നാക്സൊക്കെ ഇതേപോലെ ഫ്രോസണായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്യുക അല്ലെങ്കിൽ ഓവനിൽ വെച്ച് ചൂടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അത് ഞാൻ ഈ ഒരു മാരിഗോൾഡ് ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈവനിങ്ങിൽ കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. എന്തിനാണ് കണ്ടെയ്നർ? നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്തിരിക്കാം. ഇതുപോലത്തെ പറഞ്ഞാൽ അതിൽ കഴിഞ്ഞ വട്ടം 2 പാർട്ടായിരുന്നു. ഒറ്റ പാർട്ട് നമ്മൾ ഡിന്നർ നാപ്കിൻസ്. എന്താ ഗ്ലൗസ്. നമ്മളിങ്ങനെ എന്തെങ്കിലും ഭയങ്കര എരിവുകളൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എനിക്ക് കയ്യിലൊരു നീറ്റിട്ട് പോലെ മീൻ നന്നാക്കുമ്പോഴായാലും ഉപയോഗിക്കാം, ചിക്കൻ നന്നാക്കാൻ ഉപയോഗിക്കാം. ഡിസ്പോസിബിളാണ്. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബബിൾ ടീ ഓർഡർ ചെയ്തു. പിനക്കളാടയാണ്. പിനക്കളാട വിത്ത് ടാപ്പിയൊക്ക പോപ്പിങ്സ്. അപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് പിനക്കളാട.
സോ ടേസ്റ്റി. ഇവെന്താ ഓർഡർ ചെയ്തേ? Thai bubble tea. തായ് ബബിൾ ടീ. വലിയ പുള്ളിയാണ്. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ബബിൾ ടീ ഒക്കെ കുടിച്ച് നേരെ തിരിച്ചു പോകുന്നത്. ഈ ബ്ലോഗ് നിങ്ങൾ